സിക്സ്ത് സ്റ്റാൻഡേർഡ് 12th ചാപ്റ്റർ ജപ്പാൻ ചരിത്രവും വർത്തമാനവും. ജപ്പാന്റെ ചരിത്രം. ജപ്പാന്റെ അയൽരാജ്യങ്ങളായ ചൈനയും കൊറിയയും പ്രാചീന കാലം മുതൽ അവിടത്തെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തി. ചൈനീസ് എഴുത്തു സമ്പ്രദായവും തത്ത്വചിന്തയും സാഹിത്യവും കൊറിയയിലൂടെയാണ് ജപ്പാനിൽ എത്തിയത്. ജപ്പാനിൽ ബുദ്ധമതം പ്രചരിച്ചതും ഇത്തരത്തിലാണ്. എന്താണ് കൊജിക്കി? ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് സി.ഇ. 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊജിക്കി. ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് സി.ഇ. 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊജിക്കി. ചരിത്രവും ഇതിഹാസവും ഇടകലർത്തിയ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സി.ഇ. 10ാം നൂറ്റാണ്ടോടെ ചൈനീസ് സാംസ്കാരിക സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള ശ്രമങ്ങൾ ജപ്പാൻ ആരംഭിച്ചു. ഇത് തനതായൊരു സംസ്കാരം രൂപപ്പെടുത്താൻ ജപ്പാനെ സഹായിച്ചു. ചൈനീസ് എഴുത്ത് രീതിയെ ലഘൂകരിച്ച് ജപ്പാനീസ് ഭാഷയ്ക്ക് ഒരു പുതിയ ലിപി അവർ രൂപപ്പെടുത്തി. കഥകളും കവിതകളുമായി നിരവധി സാഹിത്യകൃതികൾ ജപ്പാനീസ് ഭാഷയിൽ എഴുതപ്പെട്ടു. കൊട്ടാരം എഴുത്തുകാരിയായിരുന്ന മുറസാക്കി ഷിക്കിബു എഴുതിയ ജെൻജിയുടെ കഥ, ദി ടെയിൽ ഓഫ് ജെൻജി ഇവയിൽ ഏറെ പ്രസിദ്ധമാണ്. എന്താണ് ഷിൻഡോയിസം? ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. ദൈവത്തിൻ്റെ പാത എന്നാണ് ഷിൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം. ആരാധനാമൂർത്തികളെ പൊതുവെ കാമി എന്നാണ് വിളിച്ചിരുന്നത്. സൂര്യദേവതയായ അമതരേസു ആയിരുന്നു ഇതിൽ പ്രധാനം. സൂര്യദേവതയുടെ പിൻഗാമിയായാണ് ചക്രവർത്തിമാരെ കരുതിപ്പോന്നിരുന്നത്. ഷിൻഡോയിസത്തിൻ്റെ തലവന്മാരായിരുന്നു ഈ ചക്രവർത്തികൾ. കൂടുതൽ SAT വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.